ഇന്ന് ഞാനിവിടെ ബീൻസ് ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 300 ഗ്രാം ബീൻസ് ചെറുതായി അരിഞ്ഞും വലിയ ക്യാരറ്റിന്റെ പകുതി ഗ്രേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, 5 പച്ചമുളക്, 3 ടീസ്പൂൺ കോക്കനട്ട് എന്നിവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇവയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തോരനാണ്. ഇതിൽ ക്യാരറ്റ് ഇടാതിരുന്നാൽ ബീൻസ് തോരനായി നമുക്ക് ഉപയോഗിക്കാം. രണ്ടും സെയിം മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എല്ലാം പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് നമുക്ക് മൂടി വെക്കണം. അതിനുശേഷം പാൻ പാത്രത്തിൽ 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് നമുക്ക് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും നമുക്കിടാം. ഇവയുടെ നിറം ചെറുതായി നമുക്ക് മാറി വരുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും മിക്സ് ഇതിലേക്കൊന്ന് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇവ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ഇളക്കാൻ മറക്കരുത്. എനിക്കൊരു 15 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ബീൻസ് ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം.